അസ്സലാമലൈക്കും. നമുക്ക് എളുപ്പത്തിൽ കുക്കർ സാമ്പാർ ഉണ്ടാക്കാം. അതിനുവേണ്ടി കുറച്ച് പച്ചക്കറികൾ എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറിയൊക്കെ എടുക്കാം കേട്ടോ. ഒരു വലിയ സവാള, ഒരു വലിയ തക്കാളി കുക്കറിലോട്ട് ഇടുക. എന്നിട്ട് കുറച്ച് ഉപ്പിടുക, മഞ്ഞൾപ്പൊടി ഇടുക, മുളക് പൊടി ഇടുക, ഒരു സ്പൂൺ സാമ്പാർ പൊടി ഇടുക. നന്നായിട്ട് വെള്ളം ഒഴിക്കുക, വിസിലടിക്കുക. വെള്ളം ഒഴിക്കുന്ന സമയത്ത് കഷ്ണങ്ങൾക്ക് ഈക്വലായിട്ട് വെള്ളം ഒഴിക്കുക കേട്ടോ. ഞാനൊരു 2 വിസിലാണ് അടിച്ചത്. ആ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി വേണം, ചെറിയുള്ളി വേണം, ഒരു പീസ് ഇഞ്ചി വേണം. ഞാൻ 4 സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ ഉഴുന്നുപരിപ്പ് എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ 1 സ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. ഇതൊരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുക. നന്നായി വറുത്ത് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, സാമ്പാർ പൊടി, കായം പൊടി 1 സ്പൂണ്. ഇത്രയും ഇത് നന്നായിട്ട് വറുത്ത് വരുന്ന സമയത്ത് ഈ പൊടികളൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുക്കാൻ. ഈ സമയം കൊണ്ട് നമ്മളുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടാവും. ഈ കഷ്ണങ്ങൾ വെന്ത വെള്ളം എടുത്തിട്ട് വേണം ഈ തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ചൂടാറിയതിന് ശേഷം വെള്ളം എടുത്തിട്ട് തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്യുക. പിന്നെ അതിലോട്ട് ചെറിയൊരു ലെമണിൻ്റെ സൈസുള്ള ഒരു പുളി എടുത്തിട്ട് നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ആക്കിയതിന് ശേഷം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമുക്കിത് താളിച്ചൊഴിക്കണം. ഈ സമയത്ത് നമ്മൾ കുക്കർ അടുപ്പത്ത് വെക്കുക. തിളച്ച് വരുന്ന സമയം കൊണ്ട് കടുകിട്ട് പൊട്ടിക്കുക. അതിലോട്ട് 1 സ്പൂണ് സാമ്പാർ പൊടി ഇടുക, കറിവേപ്പില ഇടാം, മല്ലിയില ഇടാം. എന്നിട്ട് തിളച്ച് വരുന്ന ഈ കുക്കറിലോട്ട് വേണം നമ്മൾ ഈ താളിച്ചത് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് അടുപ്പത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം. പൊടി ഇട്ടതിന് ശേഷം ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്. സാമ്പാർ പൊടി കരിഞ്ഞു പോകും കേട്ടോ. എന്നിട്ട് ഈ തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് ഈ വറവിട്ടത് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് തിളപ്പിക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കി ബാലൻസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിന് നമ്മളെ സാമ്പാർ റെഡിയാവും. താങ്ക്